കൃഷ്ണ. ഇന്ന് മാഘമഹോത്സവത്തിൻ്റെ കുംഭമേള നടക്കുന്ന ആ ധന്യഭൂമിയിൽ ഒന്ന് പോവാൻ കഴിഞ്ഞു. ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ അലങ്കാരത്തെ പറ്റി പറയാനാണ്. ഇന്നത്തെ അലങ്കാരത്തിൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ ഉണ്ണിക്കണ്ണൻ്റെ ഭാവത്തിലാണ് അലങ്കരിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 1-1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പ്രകാശഭരിത ബാലരൂപമാണ് വെണ്ണക്കണ്ണൻ. അരനീല കാന്തിയാലേ പരന്നിരിക്കുന്ന ദിവ്യ ശരീരം എന്ന് പറയില്ലേ, അതേപോലെ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ കാർമുകിൽ വർണ്ണനായിട്ട് വെണ്ണക്കണ്ണനായിട്ട് ഇരിക്കുകയാണ്. ആ കുഞ്ഞിക്കാല് മടക്കി, ഒരു കാല് മടക്കി മറ്റേ കാലിങ്ങനെ ഇളക്കി വെച്ച് തറയിലിരിക്കുന്ന അതിമനോഹരമായ ഭാവത്തിലാണ് ഉണ്ണിക്കണ്ണൻ. കുഞ്ഞിപ്പാദത്തിൽ പൊന്തളകളുണ്ട്, അരയിൽ കിങ്ങിണി പട്ടുകോണകളുണ്ട്, കഴുത്തിൽ മാങ്ങാമാലയും വളയം പോലുള്ളൊരു മാലയും കൂടിയുണ്ട്. പിന്നെ ഒരു പതക്കം ശോഭിക്കുന്നുണ്ട്. കൂടാതെ കൈവളകളും തോൾവളകളും അണിഞ്ഞിട്ടുണ്ട്. ഒരു കാലും മടക്കി മറ്റേ കാല് ഇളക്കി ഇങ്ങനെ ഇരിക്കുന്ന ആ ഇരിപ്പ് കണ്ടാലുണ്ടല്ലോ, ഇതല്ലേ നമ്മുടെ യശോദാനന്ദനൻ കണ്ണൻ എന്ന് തോന്നും നമുക്ക്. ആ കുഞ്ഞി പാദങ്ങളിലുള്ള പൊന്തളകൾ മന്ദമായിട്ട് ഇങ്ങനെ കിലുങ്ങണുണ്ട് എന്ന് തോന്നും. ആഭരണങ്ങളുടെയൊക്കെ ആ ധൂമ്ര സൗന്ദര്യമാണ് ബാലകൃഷ്ണൻ്റെ സ്വഭാവ സൗകര്യത്തിനോട് കൂടി ഇങ്ങനെ ദിവ്യ പ്രസന്നതയായിട്ട് മാറണത്. അലങ്കാരത്തിൻ്റെ ഇടതുഭാഗത്തായിട്ട് വെണ്ണ നിറച്ച വലിയൊരു വെണ്ണക്കുടുണ്ട്. അതിൻ്റെ അരികുകളിൽ നിന്നിങ്ങനെ വെണ്ണ അല്പമായിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഒഴുകണുണ്ട്. തലോടി വെണ്ണക്കുടത്തിനെ ഇങ്ങനെ തലോടി ഒഴുകുക പറയില്ലേ, അതേപോലെ ഇങ്ങനെ ഒഴുകണുണ്ട്. കണ്ണ അമ്മ ഇപ്പം വരും എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭാവം ഉണ്ടല്ലോ ഉണ്ണിക്ക്, അതേപോലെയുള്ള നമ്മുടെ മനസ്സിനെ കീഴടക്കുന്ന ഒരു ഭാവത്തിലാണ് നമ്മുടെ പൊന്നുണ്ണി അവിടെ ഇരിക്കുന്നത് വെണ്ണക്കുടത്തിൻ്റെ അടുത്ത്. വലത് കൈക്കൊണ്ട് ആ വെണ്ണക്കുടത്തിലേക്ക് ഇങ്ങനെ പിടിച്ച് കയറിയിട്ട് വെണ്ണ വാരി കഴിക്കുന്ന ഭാവത്തിൽ തന്നെയാണ് ഇന്നത്തെ അലങ്കാരം ഉള്ളത്. ഈ വെണ്ണക്കണ്ണൻ ഭാവം എന്ന് പറയുന്നത് ഭക്തർക്കുള്ള ഒരു സ്നേഹപൂർവമായ ഒരു രൂപമാണ്. ഒരു അതികല്യാണമായ ഒരു ചന്തമാണ് ഭഗവാൻ എന്ന് പറയുന്നത്. മൃദുവായ കവിളുകളും വെണ്ണ കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെ മതിമറന്ന് പുഞ്ചിരിക്കുന്ന ഉണ്ണി, അത് ഭക്തർക്ക് നൽകുന്ന, ഭക്തരുടെ ഹൃദയം മുഴുവൻ ഉരുകാനുള്ള ഒരു ഭക്തിബോധമാണ് നമ്മുടെ ഉള്ളിലേക്ക് നൽകുന്നത്. നെറ്റിയിൽ ഗോപിക്കുറികളുണ്ട്, ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചെണ്ണു, തലയിലായിട്ട് 3 പീലികളാണുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ ആ ഗോപികളുടെയൊക്കെ അഭിമാനമായിട്ടുള്ള വൃന്ദാവനത്തിൻ്റെ ഓർമ്മ നമ്മുടെ ഉള്ളിലേക്ക്, യശോദാമ്മയുടെ സ്നേഹം എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് വരും. അതിങ്ങനെ കാണുമ്പോൾ വൃന്ദാവനം മുഴുവൻ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് വരും. ശരീരം മുഴുവനായിട്ട് പൂമാലകളാൽ അലങ്കരിച്ചിട്ടുണ്ട്. തിരുമുടിമാല വെളുത്ത പൂക്കളും തെച്ചിപ്പൂക്കളും ചേർന്ന് രൂപപ്പെടുത്തിയെടുത്ത മനോഹരമാലയാണ്. പിന്നെ കഴുത്തിലായിട്ട് ഉണ്ടമാലയുണ്ട്, വനമാല. അണിഞ്ഞുണ്ടമാലയിൽ എന്നാണ്, അതായത് തുളസിയും താമരയും തെച്ചിയും എല്ലാം ഒരേ ശോഭയിൽ ഇങ്ങനെ കണ്ണൻ്റെ മാറിൽ മുങ്ങി നിൽക്കുകയാണ്. തുളസിയുടെ സുഗന്ധവും തെച്ചിപ്പൂവിൻ്റെ ചുവന്ന തിളക്കവും താമരയുടെ വിശുദ്ധതയും എല്ലാം ചേർന്നിട്ട് നമ്മുടെ ഉണ്ണീനെ ഭയങ്കര ദിവ്യതയായിട്ടാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. ഭഗവാന്റെ ബാലലീലകളെ ഓർത്ത് നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകും ഈ രൂപം കാണുമ്പോൾ. വെണ്ണ വാരി കഴിക്കുന്ന ആ ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ രൂപം ഉണ്ടല്ലോ, ഭക്തർക്കുള്ള ഏറ്റവും ഭംഗിയുള്ള അനുഗ്രഹം തന്നെയാണ്. ശബ്ദമില്ലാതെ, വാക്കുകളില്ലാതെ ആ മുഖത്തെ ആ പുഞ്ചിരി മാത്രം നമ്മളോട് പറയുന്നുണ്ട്, ഭക്തരെ നിങ്ങൾ എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് നമ്മളോട് ഇങ്ങനെ പറയണ പോലെയാണ് ആ പുഞ്ചിരി. ഉണ്ണിയല്ലേ, കുഞ്ഞു വാവയല്ലേ, ശബ്ദമില്ല, വാക്കുകളില്ല, എന്നാലും ആ പുഞ്ചിരിയിൽ നമ്മളോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് പറയാണ്. ഈ വെണ്ണ പോലെ കണ്ണൻ എത്ര ഉത്സാഹത്തോടെ, എത്ര ആവേശത്തോടെയാണോ വെണ്ണ കവർന്നെടുത്തിരുന്നത്, അതേപോലെ അത്രയും ശുദ്ധമായ മനസ്സുള്ള ഓരോ ഭക്തൻ്റെയും മനസ്സിനെ, ഹൃദയത്തിനെ ഞാൻ കവർന്നെടുക്കുമെന്ന് ഭഗവാൻ നമ്മളോട് പറയുകയാണ്. ദീപങ്ങളുടെ
പ്രകാശം, മൃദുലമായ പ്രകാശമുണ്ട്, വേദമന്ത്രങ്ങളുടെ സ്പന്ദനമുണ്ട്. ഇതൊക്കെ കൂടി ചേർന്നിട്ട് ആ അലങ്കാരം ഒരു അനുഭവം തന്നെയായിട്ട് മാറുകയാണ്. കണ്ണൻ്റെ കണ്ണിൽ, പാദങ്ങളിൽ, വെണ്ണക്കുടത്തിൽ ഓരോന്നും കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരൊറ്റ വികാരമേ ഉണ്ടാവുള്ളൂ. കണ്ണ് ആ നന്ദി, എല്ലാം സമർപ്പിക്കുകയാണ് എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ണ ഇതുപോലെ ഇനി എന്നും കൂടെ നിന്നാൽ മാത്രം മതി എന്ന് നമ്മൾ പറഞ്ഞു പോകുന്ന ദൈവീകമായ ഒരു അനുഭവമാണ് അലങ്കാരം എന്ന് പറയുന്നത്, കണ്ണൻ്റെ അലങ്കാരം. നമുക്ക് ആ പാതാരബിന്ദങ്ങളിൽ നമിച്ചിട്ട് ഒരുമിച്ച് പറയാം, നാരായണ നാരായണ നാരായണ, കൃഷ്ണ ഗുരുവായൂരപ്പ.